ഷാഹിദ ഷാജിയുടെ ഉമ്മ ഇറ്റ്സ് മീ ഹൈസ് എന്ന ചാനലിൽ പോയിട്ട് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വോയിസ് റെക്കോർഡ് എനിക്ക് ഒരാൾ കൊണ്ടുവന്നിട്ടിട്ട് ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കമൻസിലും ഷെഫീന ബീവിയുടെ പേര് പരാമർശിച്ച് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ്. എനിക്ക് ഷാഹിദ ഷാജിയുടെ വിഷയത്തിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. പലരും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞ വിഷയം ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് അത് സപ്പോർട്ടായിട്ട് വന്നത്. അല്ല ആ സ്ത്രീ എനിക്ക് ഇഷ്ടമില്ല എന്ന് തന്നെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഷാഹിദ ഷാജി എന്ന് പറയുന്ന സ്ത്രീ വളരെയധികം നടത്തകെട്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ്. അതായത് 5 മക്കൾ ഒപ്പം ജീവിച്ചിരുന്ന ഒരു അവസരത്തിൽ ആ പയ്യനെതിരെ, അതായത് പയ്യൻ മോശമായ രീതിയിൽ അവളെ ഫൈൻഡ് ഔട്ട് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അയാൾ തൂങ്ങി മരിച്ചതെന്ന് പയ്യൻ്റെ ബന്ധുക്കൾ ആദ്യം വിളിച്ചു പറഞ്ഞത് എന്നോടാണ്. ഇവൾ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നും അത് അഴിച്ചു കളഞ്ഞു എന്നും അങ്ങനെ തുടങ്ങി കുറേയധികം വിശേഷങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുടുംബം. അത് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇടുകയും അതിനകത്തുള്ള യൂട്യൂബേഴ്സ് അതെടുത്ത് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പെർമിഷനോട് കൂടി തന്നെയാണ്. കാരണം ഞാൻ എടുത്ത് ചെയ്താൽ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾക്കിലേക്ക് ഞാൻ എത്തും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിന് മുമ്പ് ഇതിനേക്കാൾ വലിയൊരു കള്ളിയുണ്ട് തനൂജയുടെ കള്ളത്തരം ഞാൻ പബ്ലിക്കിൽ പറഞ്ഞപ്പോൾ അവളെ ആക്രമിക്കുന്നു എന്ന് വരുത്തി തീർത്ത് തനൂജയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടത്. അതുപോലെ ഈ വിഷയം ആയി പോകരുതെന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തിൽ ഞാൻ മൗനമായിരുന്നു. മറ്റുള്ളവരെ കൊണ്ട് ആ വിഷയം എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അറിയാമല്ലോ, നമ്മൾ പറയുന്നതൊന്നും ശരിയാണ് എന്ന് ഒരിക്കലും ആരും സമ്മതിച്ചു തരത്തില്ല. അനുഭവിച്ച് 1 വർഷമോ 1.5 വർഷമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഞാൻ മൗനമായിട്ടിരുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. ഷാജിദ പറഞ്ഞത്, അല്ലെങ്കിൽ ഷാജിദയെക്കുറിച്ച് പറഞ്ഞത് ഏകദേശം അന്വേഷിച്ചപ്പോൾ ശരിയാണെന്ന് തന്നെയാണ് തെളിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷാജിദ അത് ഞാനാണ് പുറത്തു വിട്ടതെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കെതിരെ സൈബർ ആക്രമണം അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നത് മാത്രവുമല്ല, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന, അതായത് കുറച്ച് ചാനലുകളിൽ പോയിരുന്ന ഷെഫീന ബീവി എന്ന് തന്നെ പറഞ്ഞു അവരുടെ ജീവിതം നശിപ്പിച്ചത് ഞാനാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ആ വിഷയം വാർത്തയിലൊക്കെ അടിച്ചു വരുമ്പം എനിക്കുണ്ടാകുന്ന എൻ്റെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ മൗനം പാലിക്കുകയാണ് ചെയ്തത്. കാലം തെളിയിക്കട്ടേന്ന്. ഒരുപാടൊന്നും വേണ്ടി വന്നില്ല. 1 മാസത്തിനുള്ളിൽ തന്നെ അവൾ വിവാഹ നാടകമാണ് കളിച്ചതെന്ന് ഇതേ ചാനലുകളിൽ പോയിരുന്നു പറയുന്നത് ഞാൻ കേട്ടു. ഒരു ചാനലിൽ ഒരു വിഷയം വന്നാൽ 2 വശം കേൾക്കുമെങ്കിൽ കുഴപ്പമില്ല. തനൂജയ്ക്ക് വേണ്ടിയിട്ട് ഇതേ ചാനലുകാർ തന്നെയാണ് ഇൻ്റർവ്യൂ എടുത്തത്. അതേ ചാനലുകാർ തന്നെയാണ് ഈ പറയുന്ന പെൺകുട്ടിക്ക് ഷാജിദയ്ക്ക് വേണ്ടിയിട്ടും ഇൻ്റർവ്യൂ എടുത്തത്. പക്ഷെ അവർ എൻ്റെ ഭാഗം ചോദിക്കത്തില്ല. ഇത് സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഭാഗം എൻ്റെ അടുത്ത് ചോദിക്കാതെ എനിക്കെതിരെ സ്ഥിരമായിട്ടിങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മൗനമായിട്ടിരുന്നു. ഞാൻ ഒരാൾക്കെതിരെയും വിത്തൗട്ട് എവിഡൻസ് ഒന്നും സംസാരിക്കത്തില്ല. അവളുടെ നാത്തൂനാണ് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ നാത്തൂനെയും കുടുംബത്തിനെയും അവൾ ആക്രമിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഞാൻ മൗനം പാലിച്ചു. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറല്ലാത്തൊരു ലോകത്തേക്ക് നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മൗനം പാലിച്ചത്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി അവർ പറഞ്ഞതിനെ ഞാൻ വീഡിയോ ചെയ്തത്. ഒരു സ്ഥാപനത്തിനെതിരെയാണ് ആ പെണ്ണ് ആ വർത്തമാനം പറയുന്നത്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അത് ബാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് നോക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ അവതരിപ്പിച്ചത്. അതിന് നിങ്ങൾ കണ്ടു ഷാജിദ കമൻറ്റിൽ കൂടെ എന്നെ പറയുന്നത്. സോ ഓൾ ടോട്ടൽ എനിക്ക് ഈ പെൺകുട്ടിയെ തീർത്തും ഇഷ്ടമില്ല. അതിൻ്റെ കാരണം മറ്റൊന്നല്ല, 5 മക്കളുടെ അഭിമാനം അത് അവളുടെ കയ്യിലാണെന്ന ബോധമില്ലാതെ കാണിക്കുന്ന തെണ്ടിത്തരത്തിനെ എനിക്ക് അനുകൂലിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു വിധവ എന്ന നിലയിൽ എനിക്കറിയാം അതെങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത്. ഞാനും വിധവയാണ്. 1-2 വർഷമല്ല, എത്രയോ വർഷങ്ങൾക്കിപ്പുറവും. അങ്ങനെ ആഗ്രഹങ്ങൾ നമുക്കുണ്ടായാൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതി കുറച്ചൊക്കെ സെൽഫ് കൺട്രോൾ ചെയ്യേണ്ടത് ഒരു അനിവാര്യ ഘട്ടമാണ്. 10ഉം 12ഉം പെറ്റവർ പോലും വലിയ തൊഴിലുറപ്പോ അത്രയാവശ്യം കഷ്ടപ്പെട്ടോ എല്ലായിടത്തും പറ്റുപാത്രം കഴുകിയോ ഒക്കെ തന്നെ മക്കളെ വളർത്തുന്നുണ്ട്. അതൊക്കെ ഒരു മാതൃകയായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഷാജിദയ്ക്ക് മാത്രം ഒരു പ്രിവിലേജ്, ഷാജിദയ്ക്ക് മാത്രം ഇതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ഉമ്മ പറഞ്ഞതൊക്കെ തന്നെ സത്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 6 ലക്ഷം രൂപ കൊടുത്തിട്ട് ആരോ ഒരാൾ വിവാഹം കഴിക്കാൻ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചധികം പൈസ ആരൊക്കെയോ മനസ്സറിഞ്ഞ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വ്യൂഷിപ്പ്, അതായത് ഇപ്പം ഒരു ചാനലിൽ നല്ല വ്യൂ ഉള്ള ചാനലാണ് അവളുടേത്. അത്യാവശ്യം നല്ല രൂപ, 1 രൂപ പോലെ റവന്യൂ മാസം കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആയപ്പോൾ കിട്ടിയ ഒരു അഹങ്കാരമാണ് ആ പെണ്ണ് കാണിക്കുന്ന ഈ നെഗളിപ്പ് മുഴുക്കൻ. അപ്പം അതുകൊണ്ട് ബാധിക്കപ്പെടുന്നത് ഈ 5 കുട്ടികളാണ്. അത് ഉമ്മ ഓർക്കണമായിരുന്നു. ഉമ്മ ഇറ്റ്സ് മീ ഹൈസ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ്റെ ചാനലിലേക്ക് പോകരുതായിരുന്നു. ഇനി പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. അവനതൊരു കണ്ടൻറ്റ് മാത്രമാണ്. ഉമ്മ മനസ്സിലാക്കേണ്ടത്, ഉമ്മ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. മകൾ അത് ചെയ്താൽ, മകളെ തിരുത്താൻ കഴിയുന്നില്ല എങ്കിൽ മറ്റു മക്കളില്ലേ, പള്ളി കമ്മിറ്റിയില്ലേ, ബാക്കി കുടുംബാംഗങ്ങളില്ലേ, ആര് പറഞ്ഞാലും അനുസരിക്കുന്നില്ല എങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ കാര്യം സാധിച്ചാൽ പോരെ. മകൾ എന്തോ പറയട്ടെ എന്ന് വെച്ചിട്ടൊന്ന് ഒതുങ്ങാമായിരുന്നു എന്നുള്ളത് എൻ്റെ ഭാഗമാണ്. അത് ഷാഹിദയ്ക്കുള്ള സപ്പോർട്ടല്ല,
ആ 5 മക്കൾക്കുള്ള അഭിമാനക്ഷതത്തിനുള്ള വഴിയാണ്. ഉമ്മായ പേര് വിളിച്ചുകൊണ്ടും വളരെ മോശപ്പെട്ട രീതിയിൽ ഷാജിദ പെർഫോം ചെയ്യുന്നുണ്ട്. അത് ഞാൻ കുറച്ച് ഭാഗം റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഈ ഷാജിദ പറഞ്ഞത് ഖൈസിൻ്റെ ചാനലിലുള്ള കാര്യം ഷാജിദയുടെ ഉമ്മ പറഞ്ഞത് കുറച്ച് ഭാഗം കേൾക്കാം. പോയി അവള് വേറെ താമസിച്ചു. പിന്നീട് അവൾക്ക് അവിടുന്ന് വയ്യാണ്ടായി. അത് പോയത് എങ്ങനെയാണെന്നറിയോ? വേറെ ആരോ ഒരു ഭർത്താവിനെ ഇറങ്ങുന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടുന്ന് ഇറങ്ങി പോയത്. അപ്പൊ ഞങ്ങൾ ഇനി ഞാൻ ഇവിടെ കഴിച്ചില്ല, ഇനി അല്ല ഇവിടെ കഴിച്ചില്ല, ഇനി നീ എന്റെ വീട്ടിൽ വരും വേണ്ട അറിയാം പറഞ്ഞപ്പോ ഈ കുട്ടികളൊക്കെ വന്ന് ഒരേ കാര്യത്തിൽ ഉമ്മ ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ ഉമ്മ, ഉമ്മാരെ കഴിക്കണ്ട, ഞങ്ങളെങ്കിലും കഴിച്ചു ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ സമ്മതിക്കുന്നില്ല, എന്റെ മക്കളെ എന്താ ചെയ്തിട്ട് ചെയ്തോളൂ ഞാൻ പറഞ്ഞു. മക്കളുണ്ട്, മക്കളെ ഞാൻ 4-5 മക്കളെ 5 ഞാൻ പാഴാക്കണ്ടായിരുന്നു ഞാൻ എന്ന് പറഞ്ഞു. അവള് വന്നിട്ട് ഞാൻ അവിടെ തിരിച്ചില്ല. എന്റെ അനിയത്തിയും കൂടി അവളുടെ അനിയത്തിയും എന്റെ അനിയത്തിയും കൂടിയാണ് വന്നോളാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അവള് വന്നത് കുറച്ച് ദിവസം ഞാൻ മുണ്ടാണ്ടായപ്പോ അവള് ഇവിടെ കൈ പൊട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ കൈകാലം മുറിച്ച് 10-11 പെണ്ണിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലക്കാട് ജില്ലാസ്പത്രി കൊണ്ട് അവിടെ തുന്നി കൊടുന്ന് വീണ്ടും ഇവര് അതൊരു 10-11 ദിവസം 21 ദിവസം ആകുമ്പോഴേക്കും വീണ്ടും ഒരു വട്ടം കുട്ടി. പക്ഷെ അല്ലെങ്കിൽ ഇതില്ല എന്താ പറയാ ഉറപ്പുറിയ എനിക്ക് ഞാൻ പറഞ്ഞാൽ ഉറപ്പുറിയ കഴിച്ച് എന്തിനാ ചെയ്തിട്ടുള്ളത് അവർക്ക് മാത്രം ഭർത്ത എനിക്ക് അറിഞ്ഞു. ഉറപ്പുറിയ വെച്ച് അതിന് ഞാൻ ഇറങ്ങി പോയത് എങ്ങനെയാണെന്നറിയോ? അവർക്ക് 6 ലക്ഷം കൊടുത്തിട്ട് ഒരു ചെക്കായി പൊന്നാനി എവിടെയോ ഉള്ള ചെക്ക ഇറക്കി കൊണ്ടതാണ് വീട്ടിൽ. അത് എനിക്കറിയില്ല. അത് ഇവിടെ മകള് കെട്ടാമോടെ ചെക്കനാണെന്നത് എനിക്കറിയില്ല. അങ്ങനെ ഇറക്കി കൊണ്ടെങ്കിൽ അവൻ അവന്റെ ആവശ്യങ്ങളിൽ 10-15 ദിവസമൊക്കെ അവളുടെ കൂടി ഇരുന്ന് പിന്നീട് അവൻ അവന്റെ ഉമ്മാന്റെ അടുത്ത് പോയി. പിന്നെ അവൻ ഇക്കാരിനാണ് പറഞ്ഞ് പോയി ഇക്കാൽ വെച്ചില്ല. പിന്നെ ഉദാഹരണം 2 പോലെ ആയി. പിന്നെ അവരവരുടെ പണം തിരിച്ചു വാങ്ങി അവർക്ക് അത് വേറെ ചെക്കൻ എന്നെ പറ്റിയതാണ്. അത് ഇവിടെ കാസർഗോഡിലെ ഉമ്മക്ക് ദേഷ്യം ഉണ്ടാവും തീർച്ചയായിട്ടും, അതിൽ തർക്കമൊന്നുമില്ല. കാരണം ഉമ്മയെ പറ്റി വളരെ മോശമായിട്ട് തന്നെയാണ് ഈ മകൾ പറയുന്നത്. പക്ഷെ ഇത് വേണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ അഭിപ്രായം. കാരണം ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വിഷയം പുറത്തേക്ക് വന്നത് കൊണ്ട് ഉമ്മക്ക് ലാഭമുണ്ടോ എനിക്കറിയില്ല. ഒരിക്കലും ഉമ്മ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് ഈ ഒരു വിഷയത്തിൽ ഉമ്മ ചെയ്തിട്ടുള്ളത്. ഷാജിദ ഇങ്ങനെയുള്ളവളോ ആകട്ടെ, ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഷാജിദ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. 1-2 പ്രാവശ്യമായി ആ പെൺകുട്ടി സൂയിസൈഡിന് ശ്രമിക്കുന്നുണ്ട്. മാനസികമായിട്ട് അതിനെന്തോ ട്രബിൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് ആദ്യം മുതലേ തോന്നുന്നതാണ്. ഇപ്പോൾ ഇത്രയധികം മാനസിക പിരിമുറുക്കവും അതിൻ്റെ വോയിസ് അറസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു അവസരത്തിൽ അതിനെ ഇതുപോലെ പിന്തുടർന്ന് ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഉമ്മാക്ക് വല്ല ധാരണയുണ്ടോ? ഒരാൾ നഷ്ടപ്പെട്ട ശേഷം അയാളെ പറ്റി വലിയ പുതിരം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വീടാണ് പ്രശ്നം. പെൺകുട്ടി 5 കുട്ടികളെയും കൊണ്ട് അനാഥയായി നിൽക്കുകയല്ലേ. ഒരു വീട് സംഘടിപ്പിച്ച് കൊടുക്കാൻ നിങ്ങൾ കുടുംബക്കാരെ കൊണ്ട് പറ്റത്തില്ലേ? ഒരു വാടക വീടെടുത്ത് കൊടുക്കുമ്പോൾ ജീവിക്കട്ടെ. നിങ്ങൾക്കൊപ്പം നിർത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അവൾ ഉപദ്രവിക്കുന്നു അടിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നതാണ് നല്ലത്. കൊടുത്തിട്ടുണ്ടെന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. ദേഷ്യത്തിൻ്റെ പുറത്താണ് ഈ പറയുന്നതെങ്കിലും രണ്ടും കുടുംബമാണ് എന്നുള്ളത് മറന്നു പോകരുത്, അമ്മയും മോളും. ഇനി ഷാജി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എടുക്കാം. ഇത് ഉടനീളം പച്ച പലയാട്ട് തന്നെയാണ്. കാരണം അവരെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നിനക്ക് ഇത്ര ഉണ്ടെങ്കിൽ 5 മക്കളെ 8 മക്കളെ പോറ്റണ എനിക്ക് എത്ര വേണടാ നോയെ. നീ എന്നെ ഉണ്ടാക്കുന്ന എന്റെ ഉമ്മാക്ക് വെച്ച് ഷാജിനോട് നീ പുറത്തിറങ്ങി. ഇപ്പൊ ഞാൻ പാലക്കാട് ടൗണില് ഇതാ, നിനക്ക് പേടില്ലാത്തവനാണെങ്കിൽ നീ ഇപ്പൊ ഇങ്ങോട്ട് വാ. ഇതാ പാലക്കാട് ടൗണില് ഞാനും എന്റെ മക്കളും, ഇല്ലെങ്കിൽ നീ പത്തിരിപ്പാല ടൗണില് വാ. എന്റെ നേരിട്ട് വാടാ, പച്ചരച്ച് തിന്നണ നായേ, നീ നേരിട്ട് വാ. എന്നിട്ട് നീ എന്റെ കഥകളും എന്റെ മക്കളുടെ കഥകളും ബാക്കിയുള്ളവരുടെ കഥകളും നാട്ടുകാരന് കളയും. ഈ ഷെരീഫ പറഞ്ഞവള് എങ്ങനെ ജീവിച്ചത്, എങ്ങനെ ഉണ്ടാക്കിയത്, എന്റെ അത്താനെ എങ്ങനെയാണ് കൊലയ്ക്ക് കൊടുത്തത്, അല്ലെങ്കിൽ എന്റെ അത്താനെ എന്റെ കെട്ടിയോനൊക്കെ എങ്ങനെ കൊലയ്ക്ക് കൊടുത്തതെന്ന് തെളിവ് സഹിതം 3 പെണ്ണുങ്ങളെ ഉണ്ടാക്കി വിട്ടിട്ട് ആ കെട്ടിയോനെ തള്ളി പറഞ്ഞവളാടാ ഈ ഷെരീഫ. 3 എണ്ണത്തിന് എങ്ങനെ ഉണ്ടാക്കിന്ന് ചോദിച്ചു. ഞാൻ മകളല്ല പറഞ്ഞു. എന്നെ ഏതിലുണ്ടാക്കിയതാണെന്ന് കൂടി എനിക്ക് തെളിയിച്ചു തരണം. എന്നെ ഏതിലുണ്ടാക്കിയതാണെന്ന് നീ തെളിയിക്കണം. അതുപോലെ തന്നെ എന്റെ 2 എണ്ണം താഴെ ഉള്ളവളുമാരും ഏതൊക്കെ അവളുടെ കെട്ടിയോമാരിനെ എങ്ങനെയൊക്കെ റെക്കോർഡാണ് ഷാജിന്റെ അടുത്ത്. ഫോണ് ഫുൾ റെക്കോർഡ്. അനിയത്തിമാര് വിളിക്കണതായാലും മാമന്മാര് വിളിക്കണതായാലും ഷെരീഫ വിളിക്കണതായാലും ഏത് പുല്ലന്മാര് വിളിക്കണതായാലും ഷാജിന്റെ അടുത്ത് തെളിവാണ്. തെളിവ് അയക്കേണ്ടവർക്ക് ഷാജി അയച്ചു കൊടുത്തിട്ടുണ്ട്.
നിന്നെ പോലെ ഈ എന്താ പറയാ 4 ചുമരിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നിന്നെ പോലെ പച്ച ഇറച്ചി തിന്നിട്ട് അവരുടെ പൈസ നീ ചോറല്ല തീട്ടന്മാര് കക്കൂസ് തീട്ടന്മാര് തിന്നിട്ട് നീ ജീവിക്കണം. നിനക്ക് ഇത്രയും തെമ്പുണ്ടെങ്കിൽ ഞാന് കെട്ടിയവൻ 15 കൊല്ലം കെട്ടിയവന്റെ കൂടെ കഴിഞ്ഞ് അവന്റെ സുഖത്തിലും ദുഃഖത്തിലും ബാക്കിയുള്ളതിലൊക്കെ ഞാൻ കൂടെ നിന്നിട്ട് എന്നെ 15 വയസ്സിൽ കെട്ടി കൊടുത്തതാണ് നാറി. എന്നിട്ട് എന്നെ പഠിക്കാനും കൂടി വിടാം. പോസ്കോ കേസിൽ ഉള്ളിൽ പോവേണ്ട കേസാടാ. ഉള്ളിൽ പോവേണ്ട കേസുകളാണ്. അപ്പൊ ബാക്കി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പോസ്കോ കേസ് ആരാണോ കല്യാണം കഴിപ്പിച്ചു വിട്ട പോക്സോ കേസ് വരത്തില്ല. കാരണം മുഹമ്മദീയ നിയമപ്രകാരം 15 വയസ്സാണ് വിവാഹപ്രായം ഇസ്ലാമിൽ. അതുകൊണ്ട് അത് വലിയ എറിയത്തില്ല കുട്ടി, സാരമില്ല. ബാക്കി ഉമ്മായെ പറ്റിയാണ് പടുമോശങ്ങൾ പിന്നെ പറയുന്നത്. കേൾക്കണമെങ്കിൽ കുറച്ചുകൂടെ കേൾപ്പിക്കാം. അവരുടെ മേലെ കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. നാളേക്ക് നാളെ എനിക്ക് കോടതിയിൽ പോവാം. എന്നെ ഇങ്ങനെ എന്റെ സമ്മതമല്ലാണ്ട് എന്നെ കെട്ടിച്ചു വിട്ടതിനുള്ള തെളിവ് സഹിതം എനിക്ക് കൊടുക്കാം. അതുപോലെ തന്നെ എന്നെ ടോർച്ചർ ചെയ്തത്, എന്റെ കെട്ടിയോ മരിച്ചിട്ട് എന്നെ 2 കൊല്ലം വീട്ടിന്റെ ഉള്ളിൽ ഇട്ട് ടോർച്ചർ ചെയ്ത് 4 മാസം കളവി പറയുന്നല്ലോ. 4 മാസം 5 മാസം അവൾക്ക് തിളപ്പെടുത്ത് പോയി. കളവയ്ക്കാണ് തിളപ്പ്, എനിക്കല്ല തിളപ്പ്. ഞാൻ തിളപ്പെടുത്ത് പോയിട്ടില്ല. പിന്നെ ഞാൻ തിളപ്പെടുത്ത് പോയവൻ ഏതാണ്, ഏവന്റെ കൂടെ പോയത്, അവന്റെ കൂടെ എത്ര ദിവസം താമസിച്ചു എന്നുള്ളതിനൊക്കെ തെളിവ് എന്റെ ഉണ്ടതാ. അവന്റെ കൂടെ എവന്റെ കൂടെ താമസിച്ചു എന്നുള്ള തെളിവുകള് കെട്ടവൻ ഈ 2 തെളിവ് സഹിതം ആർക്കാണോ പൈസ കൊടുത്തിട്ട് ഈ 5 മക്കളെ നോക്കിയിട്ട് 2 കൊല്ലം എന്റെ കെട്ടിയോ മരിച്ചിട്ട് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നീ പറയുന്ന ശരീഫാനെ നീ നാളെ എന്റെ മുന്നിൽ കൊണ്ടുപോവാ. നീ എന്നിട്ട് സംസാരിക്കുക. വളരെ ദേഷ്യത്തിലാണ് പുള്ളിക്കാരത്തി ഇതൊക്കെ പറയുന്നത്, വ്യക്തമാണ്. വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവ് മരിച്ച കുറച്ച് ദിവസങ്ങൾ 2-3 മാസത്തിനുള്ളിൽ തന്നെ മറ്റൊരു ബന്ധം തേടുകയും അയാൾക്കൊപ്പം പോവുകയും അതൊരു പരാജയമാവുകയും തിരിച്ചു വന്ന ശേഷം വീണ്ടും മറ്റൊരാളുമായി അഫെയർ വയ്ക്കുകയും നിരന്തരമായി ഇങ്ങനെ ആണുങ്ങളെ മാറിക്കളിക്കുന്നു, അങ്ങനെ മാറ്റി കളിക്കുന്നു, തോന്നിയത് കണക്ക് പോകുന്നു, തോന്നുമ്പോൾ വരുന്നു, തോന്നുമ്പോൾ പോകുന്നു. ഉമ്മാക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ വയ്യാത്തതുകൊണ്ട് ഉമ്മ അലശണ്ട ഉണ്ടാക്കുന്നു. അലശണ്ടയിൽ അമ്മയും മകളും തമ്മിൽ തെറ്റുന്നു. വീട്ടിലെ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നത് മകൾ. ആ ഒരു അധികാരത്തിൽ അമ്മയെ ഭരിക്കാൻ ചെല്ലുന്നു. അമ്മയ്ക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും ദേഷ്യം ഉണ്ടാക്കുന്നു. അമ്മ പറയണതൊന്നും അനുസരിക്കാത്തത് കൊണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ അമ്മ കാണുന്നത് കൊണ്ടും അമ്മ തിരിച്ചു പറയുന്നു. അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമം നടത്തുന്നു. വീട് ലോക്ക് ചെയ്തിട്ട ശേഷം അമ്മയെ പുറത്ത് നിർത്തിയിട്ടുള്ള സർക്കസുകളൊക്കെ കാണിക്കുന്നു. ഇളയ മക്കൾ അനിയത്തിമാർ ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്തിനും ഏതിനും ക്യാമറ എടുത്തുകൊണ്ട് നിൽക്കുന്നൊരിടത്തേക്ക് വരാനൊക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അമ്മ കണ്ടെത്തിയ വഴിയാണ് ഖൈസ്. ഒന്നും പറയാനില്ല, ഷാജിദ് തന്നെയാണ് അവരുടെ ശവകുടീരം തോണ്ടി വെച്ചത് എന്നുള്ളതാണ്. ഇത് ചിന്തിക്കേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു ചാനലുണ്ടെങ്കിൽ ആ ചാനൽ കൊണ്ട് നാട്ടുകാരെ എല്ലാം അങ്ങ് അടക്കിക്കളയാമെന്നുള്ള ചിന്ത ഉമ്മയുടെ അടുത്തേക്ക് കാണിച്ചപ്പോൾ ഉമ്മ തിരിച്ചു കൊടുത്ത പണിയാണ് ഇത്. ഒരു ഉമ്മയും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ആ ഉമ്മ ചെയ്തത്. പക്ഷേ അവരുടെ ഭാഗത്തൊരു ന്യായമുണ്ട് അതിന്. വേറെ വഴി എന്താണ്? ഈ മകൾ ഇങ്ങനെ അഹങ്കരിച്ച് അടങ്ങാതെ ചാടി നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോലും മര്യാദയ്ക്ക് ചെന്ന് ഇതിനൊരു പ്രശ്ന പരിഹാരത്തിന് നിൽക്കാത്തിടത്തോളം ആ ഉമ്മ എന്ത് ചെയ്യണമെന്നുള്ളതാണ് കൺഫ്യൂഷൻ. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഉമ്മ അനിയത്തിമാരുടെ കൂടെ എവിടെയെങ്കിലും പോയി നിൽക്കേണ്ടതായിരുന്നു. വീടിന് വേണ്ടി പയ്യെ കേസ് കൊടുത്തിട്ട് മൗനമായി ഇരിക്കേണ്ടതായിരുന്നു. ഒരു കാരണവശാലും മകൾക്ക് വീട് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ മകളെ അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള വകുപ്പുണ്ട് നിങ്ങൾക്ക്. കാരണം നിങ്ങളെ നോക്കാത്ത, നിങ്ങളെ സംരക്ഷിക്കാത്ത വീട്ടിൽ അവൾക്ക് നിർത്തേണ്ട ഒരു കാര്യവുമില്ല. നിയമം അത് അവൾക്ക് അനുവദിച്ച് കൊടുക്കത്തില്ലായിരുന്നു. അത് ചെയ്യുന്നതിന് പകരം ഇടനിലക്കാരായിട്ട് ആരെങ്കിലും നിന്നത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് പകരം ഈ 2 പേരെയും തമ്മിൽ തല്ലിച്ചുകൊണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം. ഒരു പരിധിവരെ ഷാഹിദയുടെ മോശപ്പെട്ട വശങ്ങൾ നമ്മൾ പുറം ലോകത്തിനെ അറിയിച്ചു കഴിഞ്ഞു. അതിനപ്പുറം വീണ്ടും പിന്തുടർന്ന് ആക്രമിക്കുന്നത് ശരിയായ നടപടിയാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഞാൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു എന്നുള്ള കമൻറ്റ് കണ്ടതുകൊണ്ട് പറയുന്നതാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ആ പെൺകുട്ടിയുടെ ദേഷ്യമൊന്നുമില്ല. പക്ഷേ വളരെ അഹങ്കാരിയാണ് എന്നുള്ളത് വസ്തുത. ചിലപ്പോൾ അവൾ നിൽക്കുന്ന സിറ്റുവേഷൻ അതായതുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് ഞാൻ ആ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾ കള്ളമാണ് പറയുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമാണ്. പറയുന്ന മുഴുക്ക നുണയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? 5 മക്കളെ നോക്കാൻ നമ്മളെ കൊണ്ടാകുമോ? 5 മക്കളുടെ ആകെ ഒരു ആശ്രയമാണ് അവൾ. ഇങ്ങനെയാണെങ്കിൽ പോലും 10 രൂപ കൊണ്ടുവന്ന കുട്ടികളെ നോക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ എന്ന് വെച്ച് മൗനം പാലിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവൾക്ക് സപ്പോർട്ട് പറഞ്ഞത്. അല്ലാതെ എനിക്കതിനെ പേഴ്സണലി അറിയില്ല. എനിക്ക് പേഴ്സണലി അതിനോടൊരു ഗ്രഡ്ജുമില്ല എന്നുള്ളതാണ് വസ്തുത. ഉമ്മ കുറച്ചുകൂടെ സംയമനം പാലിക്കണമായിരുന്നു. ഈ പ്രശ്നം ഇനിയും പരിഹരിക്കാം.
ഇവിടെയുള്ള പഞ്ചായത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഇടപെട്ടാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാൻ യൂട്യൂബ് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നാറുക ആ കുഞ്ഞുങ്ങളാണ്. പാവം, കഷ്ടമാണ് ആ കുട്ടികളുടെ കാര്യം. വാപ്പ മരിച്ചുപോയി, ഇവളോടുള്ള വാശിപ്പുറത്താണ് അവൻ കയറി തൂങ്ങിക്കളഞ്ഞത്. എന്ത് കിട്ടി? ഈ കുഞ്ഞുങ്ങൾ കിടന്ന് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പല കാര്യങ്ങളിലും മക്കൾ നിവർത്തിയിട്ട് അമ്മയെ തല്ലിക്കൊല്ലാതിരുന്നാൽ മതി. ഷാജിദ വളരെ ഡേഞ്ചർ സോണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളാൽ അപകടത്തിൽ ആകാൻ എല്ലാ ചാൻസും ഉണ്ട്. ഷാജിദ വിചാരിക്കുന്നത് മക്കൾ എന്നെയൊന്നും ചെയ്യത്തില്ല. പക്ഷെ മക്കൾ നിവർത്തികേടിൽ മക്കൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് ഷാജിദയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അസുഖങ്ങൾ, ബാധ്യതകൾ, ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷനായിട്ട് യൂട്യൂബ് വരുമാനവും അത്യാവശ്യം ആളുകളുടെ ഒരു സിമ്പതിയും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുമ്പം കുറച്ച് അഹങ്കാര വർത്താനം കുറയ്ക്കാന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പം ആരാലെയും സഹായിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് മീ ഹൈസ് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് വെച്ചാൽ അത് അവൻ്റെ തൊഴിലതാണ്. അവൻ്റെ ഗ്രൂപ്പിലുള്ളവരും അവൻ്റെ അവനും അതുൽ പോലുള്ള കുറേ വ്ളോഗേഴ്സ് ഉണ്ട്. ഇവർക്ക് ഇങ്ങനത്തെ കുറേ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുക എന്നുള്ള ഒരു ടേമാണ് ഈ കുറച്ച് വൃത്തികെട്ട യങ് ജനറേഷനിലുള്ള കുറേ പയ്യന്മാരിരിപ്പുണ്ട്. അവർക്ക് ആരുടെയും ലൈഫിനെ പറ്റി ബോധമല്ല. അവർ ഈ ഹൈസിനെതിരെ തന്നെ എത്ര പെൺകുട്ടികൾ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? ഇപ്പോൾ ഇങ്ങനെയൊരു അവസരത്തിൽ ഇങ്ങനെയൊരു വർത്തനം അറ്റ്ലീസ്റ്റ് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് അത് കട്ട് ചെയ്യാമായിരുന്നു. ഒരു ഉമ്മയും മകളും തമ്മിലുള്ള ലഹളയല്ലേ, അത് മാത്രം ഇടാമായിരുന്നു എന്നുള്ളത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷേ ഷാജിദ അത് അർഹിക്കുന്ന, ഷാജിദ ഡിസേർവ് ചെയ്യുന്ന കാര്യം തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അഹങ്കാരം കുറച്ച് അടക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കൊരു ചാനലുണ്ടെന്ന് കരുതി, നമ്മളെ 10 പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതി ആരെയും എന്തും പറഞ്ഞ് കളഞ്ഞ് അങ്ങ് ജയിക്കാമെന്നുള്ള ആ തോന്നൽ ഷാജിദ നിർത്തേണ്ട ഒരു ആവശ്യഘട്ടം ഉണ്ട് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നമ്മളൊക്കെ നിസ്സഹായരാണ്, കാഴ്ചക്കാരായി കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. വളരെ വളരെ വൃത്തികെട്ട രീതിയിൽ ആ കുടുംബം മതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. പരസ്പരം ചെളിവാരി എറിയുമ്പോൾ അവർക്കിത് മറന്നു പോകും, പക്ഷെ നെറ്റിൽ ഇത് കിടക്കും. ഇതൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റിലും ഇത് കിടക്കും, അവരൊക്കെ ഡിലീറ്റ് ചെയ്താൽ പോലും. സോ വിഷയം വളരെ വൾഗറായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിനകത്ത് വ്യക്തിപരമായിട്ട് യാതൊരു അഭിപ്രായവുമില്ല. അമ്മയാണ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കാരണം മകളുടെ മനോവികാരം അമ്മ മനസ്സിലാക്കണം. അമ്മ മനസ്സിലാക്കേണ്ടിയിരുന്നു. അറ്റ്ലീസ്റ്റ് അവളുടെ അനിയത്തി കുട്ടികളെങ്കിലും അതിനെ ആ അമ്മയെ നിർബന്ധിക്കണമായിരുന്നു. സ്വത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ചേച്ചിയെ ഒറ്റപ്പെടുത്തുന്നതും ചേച്ചിയെ തള്ളിപ്പറയുന്നതും ശരിയല്ല. അഹങ്കാര വർത്താനം അവർക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. 5 കുഞ്ഞുങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. 5 കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കാത്തടത്ത് അവളെ അതിൻ്റെ വഴിക്ക് വിടുന്നതായിരുന്നു ശരി എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഉമ്മയുടെ ഭാഗം മനസ്സിലാകും, പക്ഷേ കുറച്ചുകൂടെ സംയമനത്തോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടടുത്ത് ഉമ്മ കൈവിട്ടു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എനിക്കിതൊന്നും എടുത്ത് പബ്ലിക്കിലിടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അന്ന് പ്ലേ ചെയ്യാത്തത്. ഇറ്റ്സ് മീ ഹൈസ് ഒരു സ്ത്രീ വിരുദ്ധനാണ്. അവന് കുടുംബങ്ങൾ പിരിച്ചേ വശമുള്ളൂ, അവൻ അങ്ങനെ അറിയുള്ളൂ. നമ്മളൊരു കാര്യം ഇൻഫർമേഷൻ കൊടുത്താലും കുടുംബങ്ങൾ പിരിക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. പലയിടങ്ങളിലും നമ്മൾ മൗനം പാലിക്കുന്നത് അത് കുടുംബത്തിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ വിഷയത്തിൽ 2 പേരുടെ ഭാഗത്തും വളരെ വലിയ തെറ്റുകളുണ്ട്. അതിൽ പൂർണ്ണമായും തെറ്റ് പറയാൻ പറ്റുന്നത് ആ ഉമ്മയെയാണ്. പോയി റോങ് പ്ലേസിൽ പോയി ഈ വൃത്തികേട് പറഞ്ഞു കൊടുക്കരുതായിരുന്നു. മകളല്ലേ, മകളുടെ ഭാവി മാത്രമല്ല ചീത്തയാക്കപ്പെടുന്നത് അവരുടെയും കൂടെ ഭാവിയാണ്. മകൾ വെറുതെ വിടില്ല. അവളെ സ്വഭാവം അറിയുന്ന ഉമ്മ പറയാൻ പാടില്ലായിരുന്നു. വേണ്ടാത്തത് പറഞ്ഞു, ജട്ടി ഡാൻസ് കളിച്ചു, അങ്ങനെ കളിച്ചു, ഇങ്ങനെ കളിച്ചു എന്ന് അവരെ പ്രൊവോക്ക് ചെയ്തതും ഷാജിദയാണ്. ബോത്ത് ആർ സെയിം. 2 പേരും ഒരുപോലെ തെറ്റുകാരാണ്. നമുക്ക് നിസ്സഹായത മാത്രം. 2-ൽ ഒരാളെങ്കിലും കയ്യിൽ കിട്ടിയെങ്കിൽ ഒരു പരിധിവരെ സോൾവ് ചെയ്യായിരുന്നു. പക്ഷെ 2 പേരും 2 തലത്തിൽ നിൽക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഷാജിദ അമ്പിലും വില്ലിലും അടങ്ങുന്ന സ്ത്രീയല്ല. അവർ തന്നെയാണ് അവരുടെ കുഴി തോണ്ടിയിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സാധു ആ 5 കുട്ടികൾ കഷ്ടം. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, വരും ദിവസങ്ങളിൽ വലിയ അപായങ്ങളോ ആപത്തുകളോ ഒന്നും നമ്മൾ കേൾക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് നല്ല ഭയമുണ്ട്. ഇതെന്തിലേക്കാണ് നടന്നു നീങ്ങുന്നതെന്ന് അറിയത്തില്ല, എവിടെ പോയി അവസാനിക്കുമെന്നും അറിയത്തില്ല. വ്യക്തിഹത്യ ചെയ്യുമ്പോൾ 2 കൂട്ടരും ചെയ്യാവുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഷാജിദ നിൽക്കുന്ന ഒരു നില, സൂയിസൈഡ് എന്ന് പറയാൻ 2-3 തവണ ടെൻഡൻസി കാണിച്ചൊരു വ്യക്തിയാണ്. ഒറ്റയ്ക്കാണ്. നമ്മൾ കൂട്ടത്തോട് ആക്രമിക്കുന്നതിനേക്കാൾ കുറച്ച് സംയമനം പാലിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ടാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തത്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്ത്രീപക്ഷമാണ്. അതിൽ അമ്മയാണോ മകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സപ്പോർട്ട് വേണ്ടത് ഷാജിദയ്ക്ക് തന്നെയാണ്. 5 കുട്ടികളുടെ ആകെ ആശ്രയമാണ് അവൾ. ആ കുഞ്ഞുങ്ങളില്ലാതെ പോയ ഉമ്മ നോക്കുമായിരിക്കാം, തൊഴിലുറപ്പിനൊക്കെ പോയി നോക്കുമായിരിക്കാം. പക്ഷേ അമ്മയോളം വരില്ല, ഉപ്പോളം വരില്ല ഉപ്പിലിട്ടതെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക.
വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ കമൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോയും കൂടി ഇടുന്നതായിരിക്കും. എൻ്റെ കൺഫ്യൂഷനാണ് ഞാനിവിടെ പറഞ്ഞത്. താങ്ക് യു.